بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. إن أريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العلي العظيم. ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, ആദരണീയരായ കാരണവന്മാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, മറ്റു സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ ഇങ്ങനെ വീണ്ടും അഭിമുഖീകരിക്കാനുള്ള വിധി ഉണ്ടായിരുന്നു. അതിന് അനുഗ്രഹം ലഭിച്ചതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സംഘാടക സമിതിയെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രത്യേക മുഖവരകളൊന്നുമില്ലാതെ എന്റെ പതിവ് ശൈലി അനുസരിച്ച് നാം ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ചയാവാം. സുന്നത്ത് ജമാഅത്തും ഇതര പ്രസ്ഥാനങ്ങളും എന്ന വിഷയത്തെ അധികരിച്ചാണ് ഇന്നലെ ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചത്. സുന്നി വിശ്വാസികൾ വെച്ച് പുലർത്തുന്ന വിശ്വാസങ്ങൾ സംബന്ധിച്ച് അനുസരിച്ച് വരുന്ന അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ച്, ആചരിച്ചു വരുന്ന ഒട്ടേറെ ആചാരങ്ങളെക്കുറിച്ച്, അവയൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാകുന്നു എന്നാണ് ചില ആളുകളുടെ വിമർശനം. ഈ രീതിയിൽ വിമർശിക്കപ്പെടുന്ന വിഷയങ്ങളുടെ ഇസ്ലാമികമായ മാനം എന്ത് എന്ന് രണ്ടു നിലയിൽ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, പ്രവാചകർക്ക് ശേഷം സഹാബത്ത്, താബിഈകൾ മുതലായ സലഫു സാലിഹീങ്ങൾ, അവർക്ക് ശേഷമുള്ള മറ്റ് മുൻകാല മഹത്തുക്കൾ 13 നൂറ്റാണ്ട് കാലം ഈ വിഷയകമായി എന്ത് സമീപനമാണ് സ്വീകരിച്ചു വന്നത്. ഈ രീതിയിൽ നമുക്ക് വിഷയങ്ങളെ നോക്കിക്കാണാൻ തയ്യാറാണ്. അന്ധവിശ്വാസം എന്നാക്ഷേപിക്കപ്പെടുന്നതിൽ ഏറെ പ്രമുഖമായത് മുസ്ലിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സൽകർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സദ്വൃത്തരെ കൊണ്ടോ ഇടതേടി പ്രാർത്ഥിക്കാറുണ്ട്. ഉദാഹരണം, അല്ലാഹുവേ ഇന്ന ഒരു പുണ്യകർമ്മത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട്, ബദരീങ്ങളുടെ ജാഹ് കൊണ്ട്, മുഹീദ്ദീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്ന കാര്യം അല്ലാഹുവേ നീ സാധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുക. സൽക്കർമ്മങ്ങൾ കൊണ്ട് ചില ആളുകളുടെ സംശയം, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്തുണ്ട്? അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നേർക്കുനേരെ ദുആ ചെയ്താൽ പോരെ? എന്തിന് ഇടയാവന്മാർ? കോടതികളിൽ ജഡ്ജിയുടെ മുമ്പിൽ വക്കീലിനെയാക്കുന്നത് പോലെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ എന്തിനൊരു വക്കീൽ? നേർക്ക് നേരെ ചോദിച്ചാൽ പോലെ. അലൈഹിസ്സലാത്തു ബികാഫിൻ അദ്ദ, അല്ലാഹ് പോലെ അല്ലാഹുവിന്റെ അടിമക്ക് മറ്റാളുകളുടെ ആവശ്യം ഉണ്ടോ? ഉദോനി അസ്തജിക്കലേക്കും, എന്നോട് നിങ്ങൾ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നല്ലേ അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് ഡയറക്റ്റായി ചോദിച്ചാൽ പോലെ, നേർക്കുനേരെ ചോദിച്ചാൽ പോലെ, എന്തിനു ഇടയാളന്മാർ? ഈ രീതിയിൽ സാധാരണക്കാരന്റെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞതിലേറെ കുറച്ചുകൂടി വിശദീകരിച്ച് ഭംഗിയായി അവതരിപ്പിക്കുമ്പോൾ
സ്വാഭാവികമായും ശുദ്ധാത്മാക്കളായ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്ന ആളുകളെ പഠിച്ചിട്ട് കാര്യമല്ല. അതാനി ഹവാഹ ശുദ്ധാത്മാക്കളായ ക്ലീൻ സ്ലേറ്റ് ചിത്രം വരച്ചാൽ വ്യക്തമായി തെളിഞ്ഞു കാണും എന്നതുപോലെ ശുദ്ധ മനസ്കരായ ആളുകൾക്കിടയിൽ ചില ആശയങ്ങൾ ആദ്യമായി എറിഞ്ഞു കൊടുത്താൽ അത് മനസ്സിൽ സ്ഥലം പിടിക്കും. അത് മനഃശാസ്ത്രപരമായ ഒരു വശമാണ്. അതാണ് അതാനി ഹവാഹ ശുദ്ധ മനസ്സാകുമ്പോൾ. അപ്പൊ ശുദ്ധ മനസ്കരിക്കാരുടെ മുമ്പിൽ ഈ തരത്തിലുള്ള പ്രഭാഷണങ്ങൾ, പ്രചാരണങ്ങൾ, ലേഖനങ്ങൾ നിരന്തരം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് കേൾക്കാനും വായിക്കാനുമുള്ള അവസരമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കും. തെറ്റിദ്ധരിച്ച ആളുകളെ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചുമതല ആ തെറ്റുധാരണ തീർക്കാൻ വേണ്ടി മാന്യമായി ശ്രമിക്കുക എന്നാണ്. വിഷയത്തിലേക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അതിന് കൂടുതലായി ഉത്തരം പ്രതീക്ഷിക്കാവുന്ന പ്രത്യേക സ്ഥലങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, അദബുകളുണ്ട്. നല്ലോണം ശ്രമിക്കണം. കൂടുതലായി ഉത്തരം പ്രതീക്ഷിക്കുന്ന പ്രത്യേക സ്ഥലങ്ങൾ, സമയങ്ങൾ, അദബുകൾ. ഉദാഹരണം, അറഫയിലേക്കുള്ള പ്രാർത്ഥനയും ഉദുമ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി കോമ്പൗണ്ടിൽ വെച്ചുള്ള പ്രാർത്ഥനയും ഒരുപോലെയല്ല. രണ്ടും വ്യത്യാസമുണ്ട്. അറഫയിൽ വെച്ചാകുമ്പോൾ കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. കൂടുതൽ എന്ന് പറഞ്ഞിടത്ത് ഞാൻ അടിവരയിടുന്നു. ഉദമയിൽ വെച്ച് പ്രാർത്ഥിക്കരുത് എന്നതിനർത്ഥമില്ല. നാം പ്രാർത്ഥിച്ചു, ഇനിയും പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കണം. പക്ഷെ അറഫയും നമ്മുടെ ഈ കോമ്പൗണ്ടും ഒരുപോലെയല്ല, തുല്യമല്ല. അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. അറഫ എന്നത് മസലൻ. കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാവുന്ന സ്ഥലങ്ങൾ വേറെയുമുണ്ടെന്ന് അർത്ഥം. എന്താണ് അതിന് കാരണം? അറഫയാകുന്ന സ്ഥലത്തിന്റെ പ്രത്യേകമായ മാഹാത്മ്യം. അത് കാരണം ഇതാരും സമ്മതിക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, ലൈലത്തുൽ ഖദറിലുള്ള പ്രാർത്ഥന റമദാനിലാണ്, അവസാനത്തെ പത്തിലാണ്, ഒറ്റ രാവിലാണ് എന്നും മറ്റും പറയപ്പെടുന്നു. ഏതാവട്ടെ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിലുള്ള പ്രാർത്ഥനയും ഓർഡിനറി രാത്രിയിലുള്ള പ്രാർത്ഥനയും ഒരുപോലെയല്ല. ലൈലത്തുൽ ഖദറിലാകുമ്പോൾ കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. സാധാരണ രാത്രികളിൽ പ്രാർത്ഥിക്കരുത് എന്നതിനർത്ഥമില്ല. പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കും. പക്ഷേ ലൈലത്തുൽ ഖദറിലാകുമ്പോൾ കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. ലൈലത്തുൽ ഖദർ എന്നത് മസലൻ. കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാവുന്ന സമയങ്ങൾ വേറെയുമുണ്ടെന്ന അർത്ഥം. എന്നാൽ എന്താണ് ഇതിന് കാരണം? സമയത്തിന്റെ മാഹാത്മ്യം. അപ്പോൾ അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. ഉദുമയിൽ വെച്ചായാലോ വിരോധമില്ല. ലൈലത്തുൽ ഖദറിലുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. സാധാരണ രാത്രിയിലാണെങ്കിലോ ഒരു കുഴപ്പമില്ല. പക്ഷെ സ്ഥലങ്ങൾക്ക്, സമയങ്ങൾക്ക് പ്രത്യേക മാഹാത്മ്യം ശാരിയിൽ കൽപ്പിച്ചിരിക്കുന്നു. ഇതുപോലെ ചില അദബുകൾ. പ്രസ്തുത അദബുകൾ പാലിക്കപ്പെട്ട് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിലോ വിരോധമില്ല. ആ തരത്തിലുള്ള അദബുകളിൽപ്പെട്ടതാകുന്നു സൽക്കർമ്മങ്ങൾ കൊണ്ടോ സദ്വൃത്തനെ കൊണ്ടോ ഇടവേടി പ്രാർത്ഥിക്കൽ. അതുകൊണ്ട് ഇടവേടി പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. ഇട കയറിയിട്ടില്ലെങ്കിലോ വിരോധമില്ല. ഇതിന്റെ പേരിൽ ഒരു കാരണവശാലും പരസ്പരം നാം ഭിന്നിക്കേണ്ട കാര്യം ഇല്ല. ഭിന്നിക്കാനുള്ള പ്രശ്നം ഇവിടെയില്ല. ഭിന്നിക്കാൻ വേണ്ടി ഭിന്നിച്ചതാണെങ്കിൽ നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഭിന്നിക്കേണ്ട കാര്യമില്ല. അറഫയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. ഉദുമയിൽ വെച്ചാണെങ്കിൽ വിരോധമില്ല.
ലൈലത്തുൽ ഖദറിന് ദുആ ചെയ്താൽ കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. സാധാരണ രാത്രിയാണെങ്കിൽ കുഴപ്പമില്ല. ഇടതേടി പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം. ഇട തേടിയിട്ടില്ലേ, വിരോധമല്ല, ഇല്ലെന്തിനാ വേറെ പാർട്ടി? ആലോചിക്കാതെ ചെന്ന് അകപ്പെട്ടതാണെങ്കിൽ തിരുത്താനുള്ള അവസരം ഒരുക്കുകയാണ് നമ്മുടെ ചുമതല. ഇടതേടി പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാം എന്ന് നമ്മൾ അവകാശപ്പെടാനുള്ള കാരണം വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറയാം.